ഉഴുന്ന് മേടിച്ചത് തീർന്നു പോയാലും നമ്മൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ഇതുപോലെയുള്ള ദോശ നമുക്കുണ്ടാക്കാം. അപ്പം അതിനായിട്ട് എന്തൊക്കെയാണെന്ന് ആവശ്യമുള്ള സാധനങ്ങൾ എങ്ങനെയാണെന്ന് നോക്കാം. 1 ഗ്ലാസ് പച്ചരി എടുത്ത് കുതിരാനായിട്ട് വയ്ക്കാം. പച്ചരിയോ ഇനിയും ഇഡ്ഡലി റൈസ് ആണെങ്കിലും കുഴപ്പമില്ല. അതെടുത്ത് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഒരു 5 മണിക്കൂറോളം നമുക്കിത് കുതിരാനായിട്ട് വയ്ക്കാം. അരയ്ക്കുന്നതിനൊരു 10 മിനിറ്റ് മുന്നേ നമുക്ക് അതേ ഗ്ലാസ്സിൽ 1/2 ഗ്ലാസ് തിന്നായിട്ടുള്ള അവൽ, പേപ്പർ അവൽ അതെടുത്ത് ഇതുപോലെ 3-4 പ്രാവശ്യം നന്നായിട്ട് കഴുകി, ഒത്തിരി അഴുക്കൊക്കെ കാണും അതിൽ, അത് നന്നായിട്ട് കഴുകിയെടുക്കാം. പത്ത് മിനിറ്റൊക്കെ ആകുമ്പോഴത്തേക്ക് നന്നായിട്ടത് കുതിർന്ന് വരും. ഈ കഴുകിയെടുത്ത അവൽ അത് നമ്മൾ കുതിർത്ത് വെച്ചിരുന്ന അരി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയും അവൽ ചേർത്ത് കൊടുക്കണം. അവലിന് പകരം ചോറാണേലും മതി, 1/2 കപ്പ് ചോറ് ചേർത്താലും മതിയാവും. അപ്പോൾ ഈ കുതിർത്ത അവലും ചേർത്തു. ഇനി നമുക്ക് ആവശ്യമുള്ളത് ഒരു 1/2 ഗ്ലാസ് തേങ്ങ. 1 ഗ്ലാസ് അരി, 1/2 കപ്പ്, 1/2 ഗ്ലാസ് അവൽ, 1/2 ഗ്ലാസ് തേങ്ങ. തേങ്ങ കൂടുന്നതുകൊണ്ട് കുഴപ്പമില്ല, ടേസ്റ്റ് കൂടത്തേ ഉള്ളൂ അല്ലേ. അപ്പം കുറച്ച് വെള്ളം ഒഴിച്ച് ഒട്ടും തരിയില്ലാതെ നമുക്കിതൊന്ന് അരച്ചെടുക്കാം. എല്ലാം കുതിർന്നതായിട്ട് പെട്ടെന്ന് തന്നെ അരഞ്ഞ് കിട്ടും. പിന്നെ കൂടുതലുണ്ടെങ്കിൽ രണ്ട് ബാച്ചായിട്ടൊക്കെ അരച്ചെടുക്കണം. ഇപ്പോഴേക്ക് ഇത്രയേ ഉള്ളല്ലോ, അതുകൊണ്ട് ഒരു സെറ്റായിട്ട് നമ്മളിത് അരച്ചെടുത്തിട്ടുണ്ട്. ഉഴുന്നൊക്കെ തീർന്നിരിക്കുമ്പോൾ ഞാൻ ഇടയ്ക്ക് ഇതുപോലെയാണ് ദോശ ഉണ്ടാക്കാറുള്ളത്. നല്ല ടേസ്റ്റുണ്ട്. തേങ്ങയൊക്കെ ഉള്ളതുകൊണ്ട് നല്ലൊരു ഇത് കിട്ടും. അപ്പം അങ്ങനെ നമുക്കൊരു ഇടയ്ക്കൊക്കെ കഴിച്ചു കൂട്ടാം. ഇനി ഇതിനാവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് നന്നായിട്ട് ഇളക്കി വയ്ക്കണം. ഇനി അടച്ചൊരു 5 മണിക്കൂർ, ഒരു 8 മണിക്കൂർ കുറയാതെ വയ്ക്കും. ഞാനിപ്പോൾ ഓവർനൈറ്റ് അങ്ങ് വെച്ചിരിക്കുന്നത്, രാവിലെ എടുത്താൽ മതിയല്ലോ അതുകൊണ്ട്. അപ്പം രാവിലെ നമുക്ക് ഇനി ഇതിനുള്ളൊരു ചട്നി ഉണ്ടാക്കാം. വളരെ പെട്ടെന്ന് തയ്യാറാക്കാം. അന്നേരം ഉള്ളി ചട്നി ഉണ്ടാക്കാം. ചെറിയ ഉള്ളിയോ സവാളയോ ഏത് വേണമെങ്കിലും നമുക്കിതെടുക്കാം. പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായി വരുമ്പോൾ ഞാനിത് 2 സവാളയാണ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ ചെറിയ ക്വാണ്ടിറ്റി മതി, നിങ്ങൾക്ക് ആവശ്യമനുസരിച്ച് എടുക്കണം. അല്ലെ പിന്നെ കുറച്ച് ഇത് കാണത്തുള്ളൂ. ഞങ്ങൾക്ക് 2 പേർക്ക് ചെറിയൊരു ക്വാണ്ടിറ്റി മതിയതുകൊണ്ട് 2 ചെറിയ സവാള എടുത്ത് ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിന് നന്നായിട്ട് ഇതിനകത്ത് കിടന്നത് വഴറ്റിയെടുക്കണം. എരിവിനാവശ്യമുള്ള മുളക് പൊടിയോ അല്ലെങ്കിൽ മുളകാണെങ്കിൽ ഒരു 4 മുളക് വരെ ഇതിന് ചേർക്കാം. പിന്നെ അല്പം ആവശ്യമുള്ള ഉപ്പും ചേർത്തിട്ടുണ്ട്. ഇതിന് നന്നായിട്ട് അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുന്നവരെ വഴറ്റിയെടുക്കണം. രാവിലെ തേങ്ങ തിരുമ്മാതെയൊക്കെ തന്നെ നമുക്ക് പെട്ടെന്നൊക്കെ ഇടയ്ക്കൊന്ന് ഇതുപോലെയൊക്കെ ഒന്ന് കഴിച്ചു കൂട്ടാം. അതിലേക്ക് ഒരു ചെറിയ കഷ്ണം പുളി ചേർത്തിട്ടുണ്ട്. ഇതിന് തണുക്കാനായിട്ട് വയ്ക്കാം. തണുത്തതിന് ശേഷം നമുക്കിത് അരച്ചെടുക്കാം. വെള്ളമൊന്നുമില്ലാതെ നമ്മൾ സാധാരണ ഉരുട്ടി ചമ്മന്തിയൊക്കെ ഉണ്ടാക്കുകയല്ലേ, അതുപോലെ ഇതൊന്ന് അരച്ചെടുക്കണം. ഇനി നല്ല സ്വാദാണ്. പക്ഷേ ഇതിനൊക്കെ കപ്പയ്ക്കും ദോശയ്ക്കും ഒക്കെ കൊള്ളാം. നന്നായിട്ടുണ്ട് ഈ ചട്നി. ഇനി ഇതിന് കടുക് വറുക്കാനായിട്ട് 1 സ്പൂൺ വെളിച്ചെണ്ണ, അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ്, 1/2 ടീസ്പൂണോളം കടുക്, കരിവേപ്പില ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി നമുക്ക്
ചട്നിയിലേക്ക് ചേർത്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ ഒരു നുള്ള് കായം. നല്ല ടേസ്റ്റ് അത്. തക്കാളി ചട്നി ഉണ്ടാക്കുമ്പോൾ ഇതെല്ലാം ഒരല്പം കായം കൂടെ ചേർത്തുണ്ടാക്കി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടാകും അതിന്. അങ്ങനെ നമുക്ക് വളരെ ഈസി ആയിട്ട് ചട്നി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ദോശ ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. മാവൊക്കെ പുളിച്ച് വന്നിട്ടുണ്ട്. ഈ പാകത്തിന് മതിയാകും. നമുക്ക് ഏത് രീതിയിൽ നമുക്ക് തട്ടുദോശ പോലെയോ കുറച്ച് കനം കുറച്ച് അങ്ങനെ വേണമെങ്കിലും ദോശ നമുക്ക് പരത്തി ഉണ്ടാക്കാം. ഞാനിപ്പോൾ തട്ടുദോശ പോലെ സാധാരണ നാടൻ ദോശയില്ലേ അതുപോലെ കല്ല് ചൂടായി വരുമ്പോൾ അതിലേക്ക് എണ്ണയും നെയ്യും കൂടാണ് ഞാൻ ചേർക്കാറുള്ളത്. അത് തൂത്ത് കൊടുത്തതിന് ശേഷം ദോശ മാവ് ഓരോ തവി മാവ് ഇത് ഒഴിച്ചു കൊടുത്ത് നമുക്ക് ദോശ ഉണ്ടാക്കിയെടുക്കാം. കല്ല് ചൂടായതിന് ശേഷം മീഡിയം ഫ്ലെയിമിലോട്ട് വെച്ചിട്ട് 2 സൈഡും വരിച്ചെടുക്കാം. നമുക്കിതൊന്ന് ചൂടാക്കിയെടുക്കാം. ഇത് ഫ്ലെയിം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്കിത് 2 സൈഡും ഇതുപോലെ ദോശ ഉണ്ടാക്കിയെടുക്കാം. ഇതുപോലെ തന്നെ അടുത്ത ദോശയും തയ്യാറാക്കിയെടുക്കാം. ഒരു ഗ്ലാസ് കൊണ്ടൊരു 10 ദോശയോളം ഉണ്ടാക്കാനുള്ളത് കാണും. ഒരു ഗ്ലാസ് അരി മതിയാവും. ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഉഴുന്ന് മേടിച്ചില്ലെങ്കിൽ നമുക്കിങ്ങനെ പെട്ടെന്ന് ഒരു ചട്നിയും അതുപോലെ തന്നെ ദോശയൊക്കെ ഒന്ന് തയ്യാറാക്കി നോക്കണം. ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പം ദോശയുടെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കണം. അങ്ങനെ ഒരു ഉണ്ടാക്കിയത് നന്നായിട്ടുണ്ടോ ഇഷ്ടപ്പെട്ടോ എന്നൊക്കെ ഒന്ന് പറയാൻ മറക്കരുത്. എങ്കിലേ കൂടുതൽ എനിക്ക് നന്നായിട്ടുണ്ടെങ്കിൽ എന്ന് പറഞ്ഞെങ്കിൽ നമുക്ക് അല്ലെങ്കിൽ വ്യത്യാസം വരുത്തണമെങ്കിൽ ചേഞ്ചസൊക്കെ വരുത്താൻ പറ്റത്തുള്ളൂ. അപ്പോൾ എനിക്ക് നല്ലതാണെന്ന് തോന്നിയോണ്ടാണ് നിങ്ങളുമായിട്ട് ഇത് ഷെയർ ചെയ്യുന്നത്. അപ്പം എല്ലാവർക്കും അടുത്ത വീഡിയോ കാണുന്നത്